ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പെയർ ഓഫ് ഇക്വേഷൻസ് സമവാക്യ ജോഡികൾ. ഇതിലെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇന്ന് ഈ എക്സസൈസിലെ രണ്ടാമത്തെ ചോദ്യം മുതലാണ് ഇന്ന് ചെയ്യുന്നത്. മുമ്പുള്ള ചോദ്യങ്ങൾ മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വെൻ എ ലാർജ് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ എ സ്മോളർ നമ്പർ ദ ക്വോഷ്യന്റ് ആൻഡ് റിമൈൻഡർ ആർ ബോത്ത് 2. ഒരു വലിയ നമ്പറിനെ ചെറിയ നമ്പറിനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്വോഷ്യന്റ് അവിടുത്തെ ഹരണഫലവും അതുപോലെ ശിഷ്ടം കിട്ടുന്നതും 2 ആണ്. വെൻ 5 ടൈംസ് ദ സ്മോളർ ഈസ് ഡിവൈഡ് ബൈ ദ ലാർജർ, അതായത് 5 ടൈംസ് ദ സ്മോളർ ചെറിയ നമ്പറിൻ്റെ 5 മടങ്ങ് 5 കൊണ്ട് ഗുണിച്ചത് ഡിവൈഡ് ബൈ ദ ലാർജർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദ ക്വോഷ്യന്റ് ആൻഡ് റിമൈൻഡർ ആർ സ്റ്റിൽ ബോത്ത് 2. അവിടെയും ഹരണഫലവും ശിഷ്ടവും 2 തന്നെയാണ്. വാട്ട് ആർ ദ നമ്പേഴ്സ്? ഇത് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾക്കിവിടെ ലാർജർ നമ്പറിനെ ഈക്വൽ ടു എക്സ് എന്നും സ്മോളർ നമ്പറിനെ ഈക്വൽ ടു വൈ എന്നും വിചാരിക്കാം. അപ്പോൾ നമ്മൾ ലാർജർ നമ്പറിനെ സ്മോളർ നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. എക്സ് ബൈ വൈ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അതായത് നമ്മളൊരു നമ്പറിനെ മറ്റൊരു നമ്പറും ഡിവൈഡ് ചെയ്യുന്നപ്പോൾ ഹരണഫലം കിട്ടുന്നത് എങ്ങനെ, ശിഷ്ടം കിട്ടുന്നത് എങ്ങനെ, അതിൽ നിന്ന് നമുക്ക് ആ നമ്പറിലേക്ക് എങ്ങനെ എത്താം, അത് തമ്മിലുള്ള ബന്ധമുണ്ട്. സാധാരണ ഡിവിഷൻ എല്ലാവർക്കും അറിയുന്നതാണ്, എങ്കിലും ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം പെട്ടെന്ന് അത് മനസ്സിലാവാൻ വേണ്ടി. നമുക്ക് അറിയാവുന്ന എളുപ്പമുള്ള ഒരു എക്സാമ്പിൾ ഇട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതേപോലെ നമുക്ക് ഇവിടെ മാറ്റം വരുത്തിയിട്ട് നമുക്ക് എക്സും വൈയും ഉൾപ്പെടുന്ന ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ നമുക്ക് ആൻസർ 2 എന്ന് കിട്ടുന്നു. അപ്പോൾ 2 × 5 10, 12 നിന്ന് 10 കുറച്ചു, അപ്പോൾ നമുക്കിവിടെ 2 കിട്ടി. ഇവിടുത്തെ നമ്മുടെ ക്വോഷ്യന്റ് ഹരണഫലം എന്ന് പറയുന്നത് ഈ 2 ആണ്. അതുപോലെ റിമൈൻഡർ എന്ന് പറയുന്നത് ഈ 2 ആണ്. അപ്പോൾ നമ്മുടെ ഈ 12 എന്ന് പറയുന്നത് 12 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടണമെങ്കിൽ ഈ 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2 × 5 10 എന്ന് കിട്ടും. അതാണ് കറക്റ്റ് നിശേഷം ഹരിക്കാൻ പറ്റുന്ന, റിമൈൻഡർ ഇല്ലാണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പർ 12 ആണ്, 10 ആണ്. അപ്പോൾ ഇവിടെ ഈ 10ൻ്റെ കൂടെ 2 × 5 അതിൻ്റെ കൂടെ പ്ലസ് ഈ റിമൈൻഡർ കൂട്ടിയാൽ ഈക്വൽ ടു നമുക്കിവിടെ 12. നമ്മൾ ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്ത് ആ നമ്പറിനെ നമുക്ക് ഇവിടെ 12 എന്ന് കിട്ടും. ഈ 12 എന്നുള്ളത് നമുക്ക് അതാണ് നമ്മുടെ വലിയ നമ്പർ എന്ന് വിചാരിക്കാം, എക്സ് എന്ന് വിചാരിക്കാം. ഇവിടുത്തെ ചെറിയ നമ്പർ ഇത് വൈ ആയിരിക്കും. അതായത് നമ്മൾ ചെയ്യുന്നത് എക്സ് ഡിവൈഡ് ബൈ വൈ എന്നാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ക്വോഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്. ഇത് 2y എടുത്താൽ ഇതിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് 2 നമുക്ക് റിമൈൻഡർ കിട്ടി. അപ്പോൾ 2 × y, അതായത് 2y പ്ലസ് ഈ 2 കൂട്ടി 2 ഈക്വൽ ടു അതായിരിക്കും നമ്മുടെ എക്സ്. നമ്മുടെ ഇക്വേഷനെ എക്സ് ഈക്വൽ ടു 2y പ്ലസ് 2 എന്നെടുത്തു. ഇനി നമുക്ക് ഇപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇക്വേഷനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ ഈ 2yനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എക്സ് മൈനസ് 2y ഈക്വൽ ടു 2 എന്ന് നമുക്ക് ഇക്വേഷൻ ആക്കി. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി അതുപോലെ പറഞ്ഞേക്കുന്നത് വെൻ 5 ടൈംസ് ദ സ്മോളർ, സൈഡിൽ ചെയ്ത് നോക്കാം, 5y ഡിവൈഡ് ബൈ ലാർജർ എക്സ്. അപ്പോൾ അവിടെയും ക്വോഷ്യന്റ് റിമൈൻഡറും നമുക്ക് 2 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ക്വോഷ്യന്റ് 2 ആണ്. അപ്പോൾ 2 × x, ഈ 2x ഇതിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നത് നമുക്ക് 2 ആണ്. അപ്പോൾ ഇവിടെ 2 × x, 2x പ്ലസ് ഈ റിമൈൻഡർ കൂട്ടിയാൽ 2 ഈക്വൽ ടു നമ്മുടെ 5y തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 2x പ്ലസ് 2 ഈക്വൽ ടു 5y ആണ്. അപ്പോൾ നമുക്ക് വൈനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം, ഈ 2നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 2x മൈനസ് 5y ഈക്വൽ ടു ഈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി -2 എന്നായി ഇക്വേഷൻ നമ്പർ 2. ഈ എക്സാമ്പിൾ സാധാരണ നമ്മൾ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഈ വരുന്ന മാറ്റങ്ങൾ നമുക്ക് ഏത് നമ്പറിനെയാണോ, അപ്പം ഈ റിമൈൻഡർ ഈ 5yയിൽ നിന്ന് റിമൈൻഡർ കുറച്ചാൽ നമുക്ക് കറക്റ്റ് നിശേഷം ഹരിക്കാവുന്ന സംഖ്യയാണ് കിട്ടുന്നത്. അതിനെ തിരിച്ചെഴുതുന്ന വഴി എല്ലാവർക്കും അറിയുന്ന വഴി തന്നെയാണ്. സാധാരണ ഡിവിഷൻ അറിയാമ്പോൾ തിരിച്ച് ആ റിമൈൻഡർ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത നമ്പർ ഏതാണോ ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്ത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ ക്വോഷ്യന്റിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റിമൈൻഡർ കൂട്ടിയാൽ നമുക്ക് ഈ നമ്പർ തന്നെ കിട്ടും, ഈ 5 തന്നെ കിട്ടും. അതാണ് 2 എക്സാമ്പിൾ ഞാൻ ഉപയോഗിച്ചത്.
ആ കാര്യം നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ എഴുതുമ്പോൾ ഇവിടെ ഇങ്ങനെ 2 × x 2y 2x, ഈ 2xൻ്റെ കൂടെ ഈ റിമൈൻഡർ കൂട്ടിയാൽ നമുക്ക് ഈ ആൻസർ കിട്ടും. അതാണ് മുകളിൽ നമ്മൾ നേരത്തെ ആദ്യം ചെയ്തതിലും ചെയ്തത്. നമുക്കിപ്പോൾ ഈ 2നെ 5 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടി, 10ൻ്റെ കൂടെ റിമൈൻഡർ കൂട്ടിയാൽ നമുക്ക് ഈ 12 കിട്ടും. ഇപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. x - 2y = 2 ഇക്വേഷൻ നമ്പർ 1, അതുപോലെ 2x - 5y = -2 ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഇനി അടുത്ത് ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ ആദ്യത്തെ ഇക്വേഷൻ x - 2y ആണ്, ഇവിടെ 2x - 5y ആണ്. അപ്പോൾ എക്സിൻ്റെയോ വൈയുടെയോ കോയിഫിഷ്യൻ്റ് ഗുണോത്തരങ്ങൾ ഒരുപോലെ അല്ല. അപ്പോൾ അതൊരുപോലെ ആക്കാൻ എന്ത് ചെയ്യാം? വളരെ സിമ്പിളാണ്. ഇക്വേഷൻ നമ്പർ 1നെ ഇക്വേഷൻ നമ്പർ 1 × 2 ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 1ന് 2 കൊണ്ട് ചെയ്താൽ x അത് 2x ആയി, 2x മൈനസ് 2y എന്നുള്ളത് 4y ആയി, 4y ഈക്വൽ ടു q എന്നുള്ളത് 4 ആയി. ഇക്വേഷൻ നമ്പർ 3 എന്ന് എടുക്കാം. ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഒരുപോലെ ആയി. ഇനി ഇവിടെ കുറയ്ക്കണോ കൂട്ടണോ നമുക്ക് നോക്കാം. 2x നിന്ന് 2x പോയാൽ 0 ആകും. അപ്പോൾ എക്സ് എന്നുള്ള വേരിയബിൾ എലിമിനേറ്റ് ചെയ്തു, നമുക്ക് y മാത്രം കിട്ടും. അപ്പോൾ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും ഇക്വേഷൻ നമ്പർ 3 മൈനസ് ചെയ്യുന്നു. അപ്പോൾ 2x നിന്ന് 2x പോയി. ഇനി 5y മൈനസ് -4y ആണ്. -5y മൈനസ്, അപ്പം സൈഡിൽ എഴുതി നോക്കാം. -5 -4 ആണ്, അതായത് -5 + 4 ഈക്വൽ ടു അത് -1 ആണ്. അപ്പോൾ നമുക്ക് -1y, അതായത് -y ഈക്വൽ ടു ഇവിടെ ഉള്ളത് -2 -4. അപ്പോൾ -2 -4 -6. ഇവിടെ -y = -6 എന്ന് കിട്ടി, അതായത് y = 6 എന്ന് നമുക്ക് കിട്ടി. y = 6 കിട്ടിയാൽ നമുക്ക് x കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എഴുതിയിട്ടുണ്ട് x = 2y + 2 എന്ന് നമുക്ക് തുടക്കത്തിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ടു 2 × y വാല്യൂ 6 + 2 ഈക്വൽ ടു 2 × 6 12 + 2 ഈക്വൽ ടു 14 എന്ന ആൻസർ കിട്ടി. അപ്പോൾ നമുക്ക് x = 14 എന്നും y = 6 എന്നും ആൻസർ കിട്ടി. വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. വലിയ നമ്പർ, നമ്മുടെ ലാർജർ നമ്പർ ഈക്വൽ ടു 14 ആണ്, അതുപോലെ സ്മോളർ നമ്പർ ഈക്വൽ ടു 6 ആണ്. അപ്പോൾ 14നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ 2 × 6 12 ഡിവൈഡ് ബൈ 14 - 12 ഈക്വൽ ടു 2 ആണ്. ക്വസ്റ്റ്യൻ്റ് 2 ആണ്, റിമൈൻഡർ 2 ആണ്. ഇനിയുള്ളത് 5 ടൈംസ് ദ സ്മോളർ നമ്പർ. 5നെ × 6, 6ൻ്റെ 5 മടങ്ങ്, 6 × 5 30 ഡിവൈഡ് ബൈ സ്മോളർ നമ്പർ അല്ല, 5 ടൈംസ് ദ സ്മോളർ നമ്പർ ഡിവൈഡ് ബൈ ലാർജർ നമ്പർ 14 ആണ്. അപ്പോൾ 30ൽ 14 2 പ്രാവശ്യം, 2 × 14 28 മൈനസ് ചെയ്യുമ്പോൾ 2 കിട്ടി. ഇവിടെയും ക്വസ്റ്റ്യൻ റിമൈൻഡറും 2 ആണ്. അപ്പോൾ നമ്മുടെ ലാർജർ നമ്പർ 14 ആണ്, സ്മോളർ നമ്പർ 6 ആണ്.